ഹായ്, നമ്മുടെ ഹീലിംഗ് സെക്ഷൻ്റെ 4ാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. നമ്മൾ പറഞ്ഞിട്ടുള്ള കഴിഞ്ഞ 3 പാർട്ടുകളും നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അത് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇന്നർ ചൈൽഡ് ഹീലിങ്ങിനെ കുറിച്ചാണ്. നമ്മുടെ എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഒരു കുട്ടി ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ആ കുട്ടിയെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മൾ സ്നേഹിക്കുന്ന ആ വ്യക്തികളുടെ മുന്നിൽ മാത്രമാണ് നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടിയെ നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കുക. നമ്മൾ സ്നേഹിക്കുന്ന നമുക്ക് പ്രിയപ്പെട്ട ആളുകൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് നല്ല രീതിയിൽ നല്ല സ്നേഹത്തോടെയും വാത്സല്യത്തോടെയും പരിഗണനയോടെയും ബഹുമാനത്തോടു കൂടിയൊക്കെയാണ് നമ്മോട് പെരുമാറുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ചെറുപ്പകാലം അവർക്ക് സമ്മാനിച്ചത് നല്ല സ്നേഹവും പരിഗണനയും ഒക്കെ നിറഞ്ഞിട്ടുള്ള ഒരു നല്ല അനുഭവമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ നമ്മളുടെ അടുത്ത് വന്നിട്ട് പെരുമാറുന്ന രീതി വളരെ ദേഷ്യപ്പെട്ടിട്ടും അവഗണിച്ചിട്ടും അതുപോലെ നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ ചെറുപ്പകാലത്ത് അവരനുഭവിച്ചിട്ടുള്ള ആ അനുഭവങ്ങളുടെ ഒരു റിഫ്ലക്ഷനാണ് നമ്മുടെ മുന്നിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അവരെ വേണ്ട രീതിയിൽ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണം എന്നുള്ളതാണ്. ഇതുപോലെ നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ കുട്ടിയായിരുന്നപ്പോൾ നമ്മുടെ ആ കുട്ടിയെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ ആ മുറിവിനെ ഹീൽ ചെയ്ത് സുഖപ്പെടുത്തി പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ജീവിതവും നമ്മുടെ കൂടെയുള്ളവരുടെ ജീവിതവും ഒക്കെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ഇന്നർ ചൈൽഡിന് നമ്മുടെ ഉള്ളിലുള്ള ആ കുട്ടിക്ക് ചെറുപ്പകാലത്തിൽ ഏൽക്കേണ്ടി വന്ന മോശപ്പെട്ട അനുഭവങ്ങളും അവസ്ഥകളൊക്കെ ആ കുട്ടിയുടെ ഉള്ളിലുണ്ടാക്കിയ മുറിവിനെ എങ്ങനെയാണ് നമുക്ക് സുഖപ്പെടുത്തിയെടുക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ വിശാലമായിട്ടുള്ളൊരു സ്ഥലത്ത് ഇരുന്നിട്ട് കണ്ണടച്ചിട്ട് നമ്മുടെ ബ്രീത്തിലേക്ക് മാത്രം കോൺസെൻട്രേഷൻ ശ്രദ്ധിച്ചിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാം. അങ്ങനെ പതിയെ നമ്മളെ ബ്രീത്തിലേക്ക് മാത്രം ശ്രദ്ധിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരം മൊത്തം ഫ്രീ ആയി പോകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ സാധിക്കും. ഈ ഒരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഇമാജിൻ ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാവുക. നമ്മൾ ഒരു വിശാലമായിട്ടുള്ള വെളിച്ചമൊക്കെ നിറഞ്ഞിട്ടുള്ള ഒരു വലിയ മുറിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നു. നമ്മൾ ആ മുറിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ മുറിയിൽ ഒരു കുട്ടിയെ നമുക്ക് കാണാൻ സാധിക്കും. ആ കുട്ടിയെ നമ്മൾ സൂക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ ആ ചെറുപ്പകാലത്തുള്ള ആ നമ്മളാണ് ആ കുട്ടി എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ കുട്ടീൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ആ കുട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്, നമ്മളെ നല്ല രീതിയിൽ ഹഗ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം ഹഗ്ഗൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ചെറുപ്പകാലത്തുള്ള ആ കുട്ടിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവാണ്. അങ്ങനെ നമ്മൾ സംസാരിക്കുകയാണ്. ചെറുപ്പകാലത്തുണ്ടായിട്ടുള്ള എല്ലാ അനുഭവങ്ങളെക്കുറിച്ചും വേദനിപ്പിക്കുന്ന അനുഭവങ്ങളും അതേപോലെ കുറ്റപ്പെടുത്തിയ ആ രീതിയിലുള്ള അനുഭവങ്ങളും എല്ലാം ആ കുട്ടിയും നമ്മളും തമ്മിൽ ചെറുപ്പകാലത്തിലെ ആ കുട്ടിയും നമ്മളും തമ്മിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും സംസാരിച്ച് കഴിയുമ്പോൾ നമ്മൾ ആ കുട്ടിയോട് പറയാണ്, നമുക്ക് ഇനി ആ വേദനിപ്പിക്കുന്ന ഓർമ്മകൾ, നമ്മുടെ ആ ചെറുപ്പകാലത്തിലുള്ള ഓർമ്മകൾ നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ നമ്മൾ തയ്യാറാവുക. എന്നിട്ട് നമുക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ജീവിക്കുക എന്ന് നമ്മൾ പറയുമ്പോൾ ആ കുട്ടിയും നമ്മളോട് പറയാണ്, ഇന്ന് മുതൽ ഞാൻ ഈ അനുഭവങ്ങളൊക്കെ എന്നിൽ നിന്ന് എടുത്തു കളയാനും ഒഴിവാക്കാനും ഞാൻ തയ്യാറാവാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നല്ല ഫീൽ ചെയ്തിട്ട് നമ്മളത് പറയാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. അങ്ങനെ ആ കുട്ടിയും നമ്മൾ ഹഗ് ചെയ്തിട്ട് കൊണ്ടേയിരിക്കുമ്പോൾ പതിയെ ആ കുട്ടി നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ്. അങ്ങനെ പതിയെ നമ്മൾ കണ്ണ് തുറന്ന് സാധാരണ ജീവിതത്തിലേക്ക് നമ്മൾ വരികയാണ്. ഇങ്ങനെ ഇതൊരു ഐഡിയ മാത്രമാണ്. ഇത് നമ്മൾ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്കതിൻ്റെ ഫീല് നമുക്ക് മനസ്സിലാക്കുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു തരുമ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ അത്തരത്തിലുള്ള ഫീല് നമുക്ക് അനുഭവപ്പെടില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇത്തരത്തിൽ ചെറുപ്പകാലത്തിലുള്ള അനുഭവങ്ങൾ, മോശപ്പെട്ട അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിലൊരു പ്രാക്ടീസ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഒരു റീഫ്രഷ് നമുക്ക് ലഭിക്കാൻ നല്ല സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഞാനൊരു സൈക്കോളജിസ്റ്റോ ഒന്നും ആയിട്ടല്ല ഞാനിത് പറയുന്നത്. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് വളരെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു സൈക്കോളജിസ്റ്റിനെ സമീപിക്കാനെങ്കിലും സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിലേറ്റ നമ്മുടെ ഇന്നർ ചൈൽഡിനേറ്റ ഈ മുറിവിനെ സുഖപ്പെടുത്തിയിട്ട് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള ആ ചെറുപ്പകാലത്തിലുള്ള നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഓർത്തെടുക്കുന്ന ആ വേദനിപ്പിക്കുന്ന ഓർമ്മകളൊക്കെ നമ്മളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരു പുതിയ വ്യക്തിയായിട്ട് മാറി എന്നുള്ളതാണ്. അപ്പോൾ ബാക്കി കാര്യങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.